ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഇത് പുറത്ത് ആളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വർത്തമാനം പറയുന്നത് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ നല്ല മഴ അല്ലേ, മഴ ആയതുകൊണ്ട് കറണ്ടിന് കംപ്ലൈൻറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് തയ്ച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കസ്റ്റമർ പറയണ ആ ദിവസം നമുക്ക് തയ്ച്ച് കൊടുക്കണം. അതിൽ നോ എക്സ്ക്യൂസ്. പിന്നെ ഇത് സമയമുണ്ട്, സ്കൂൾ തുറക്കുമ്പോഴത്തേനാണെങ്കിലും സമയമുണ്ട് എങ്കിലും നമുക്ക് ഇതിവിടെ വെച്ചിട്ടും കാര്യമില്ല. നമുക്ക് വേഗം ഒഴിവാക്കി കൊടുക്കണ്ട, തയ്ച്ച് കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ രാത്രി 10 മണിയായി പോകാൻ വീട്ടിലേക്ക് പോകാൻ 10 മണിയായി. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇന്നലെ അസ്മികൂട്ട ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര ബിസി ആയിപ്പോയി. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ കോട്ട് തയ്ച്ച് കഴിഞ്ഞു. ഇത് നവാമുകുന്ദ സ്കൂളിലത്തെ ഉണ്ടാകും, അത് കഴിഞ്ഞു. പിന്നെ അതാ നാറമ്പ് സ്കൂളിലത്തെ കോട്ടാണ്. പിന്നെ അതാ ഷർട്ട് ഇതൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ബട്ടൺസ് വെച്ച് വന്നു. അപ്പോൾ ഇനിയും ഉണ്ട് തയ്ക്കാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു സാധനം കാണിച്ചിട്ടെ, സാധനമല്ല. അപ്പോൾ ഒരു ക്ലോത്ത് കണ്ട, നല്ല അടിപൊളി നല്ലൊരു ടിഷ്യൂ മെറ്റീരിയൽ ആണ് കേട്ടത്. പക്ഷെ വലിയ സുഖമൊന്നുമില്ല, 1-2 തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. എനിക്ക് കണ്ടിട്ട് വലിയ ഐഡിയ ഇല്ല കേട്ടോ, ഇത് വാഷ് ചെയ്താലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഇതേ മെറ്റീരിയൽസിൽ ഡ്രസ് കോഡ് അടിച്ചിരുന്നു, അതായത് ഭാര്യക്കും ഭർത്താവിനും കുട്ടിക്കും കൂടിയുള്ള 3 ഡ്രസ് കോഡ് ഞാൻ അടിച്ചിരുന്നു. കുറേ മുന്നത്തെ വീഡിയോയിലുണ്ടാവും, കണ്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, നെക്കിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ അത് ഈ ഡിസൈനുമേ ഈ ക്ലോത്തുമേ ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എനിക്ക് ആ ഡിസൈൻ നല്ല ഇഷ്ടമായി. പക്ഷെ ഇത് എനിക്കല്ല, ഇത് എൻ്റെ എത്താത്തൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ ലൈസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ ബട്ടൺസ് വെക്കാൻ വേണ്ടി കുറ്റിപ്പുറം പോയില്ലേ, അപ്പോൾ അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തയ്ക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇത് തയ്ച്ചിട്ട് എനിക്ക് നാളെ മറ്റന്നാളത്തെ അവളെ വീട്ടിലേക്കൊന്ന് പോകണം. അതിനിടയിൽ ഇതാ ഞാൻ നാറമ്പ് സ്കൂളത്തെ ജെൻസിൻ്റെ പാൻസ് അടിച്ച് കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ഇതിന് ബട്ടൺസ് പിന്നെ ഞാൻ തന്നെയാണ് എമ്മിങ് ചെയ്ത്, പിന്നെ ഇത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ എന്താ പറയുക, ഓരോന്നും ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അസ്മികൂട്ട പണി? ഡയറി മിൽക്ക്. ഇത് എത്രാമത്തെ മിഠായിയാണ് ഇപ്പം ഇന്ന്? മിഠായി മാത്രം കഴിച്ചാൽ മതിയാ? ഇതേ അതിൻ്റെ ഇടയിൽ ഞാനിതാ ഇവിടെ ചുരിദാർ വർക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? പിന്നെ ഇനി ഇതിമേ മിറർ വർക്ക് ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കറണ്ട് പോകുന്നതുകൊണ്ടാണ് കംപ്ലീറ്റ് പണി ആവാത്തത് കേട്ടോ. അപ്പം ഞാൻ എന്താ എനിക്ക് വേണ്ട താങ്ക് യു, ഒന്ന് മതി, താങ്ക് യു. ദേസ്മി കൂട്ട എനിക്കൊരു കഷ്ണം തന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, മിറർ വർക്ക് ചെയ്തിട്ട് ബാക്കിയൊന്നും ഫിനിഷിങ് ആക്കാനുള്ള ടൈമില്ല, യൂണിഫോമിൻ്റെ തിരക്കല്ലേ. ബാക്കിയൊക്കെ അവൾ ചെയ്യും, അവൾ അത്യാവശ്യം തയ്ക്കണ ആളാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ ഓരോ യൂണിഫോം തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ അടക്കമുണ്ട് കേട്ടോ, കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ തയ്ക്കാനുണ്ട്, കുറേ തയ്ച്ച് പോയി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബാക്കി അവൾ ഫിനിഷിങ് ചെയ്യും. മിറർ വർക്കും ഡിസൈൻ ഞാൻ ചെയ്ത് കണ്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കണത്. പിന്നെ അവൾ അത്യാവശ്യം എന്താടാ ഇനി വെള്ളമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ അതാ ഞാൻ ഈ ഷോപ്പിൽ നിന്ന് എത്തിയിട്ടുണ്ടെന്ന് കുറച്ച് നേരത്തെ വന്നിട്ടാ. എന്താ വെച്ചാൽ കട്ട് ചെയ്ത് വെച്ചതൊക്കെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് അപ്പം ഇനി അതൊക്കെ കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന്, ഞാൻ രാത്രിയല്ലേ കട്ടിങ് ചെയ്യാറ്, അപ്പോൾ അതിങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളത് കുറച്ച് അകത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ അസ്മിക്കുട്ടനെ വർഷം നല്ല ഉറക്കത്തിലായിട്ടാണ്. ഇനി എന്താണ് കട്ടിങ് തുടങ്ങണം. ഞാൻ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതേ കണ്ട, ഇത് നമ്മുടെ ജിസ്താത്താൻ്റെ മോൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇവിടുത്തെ മർക്കസ് സ്കൂളത്തെ യൂണിഫോമാണത്. പിന്നെ ജസ്താത്താൻ്റെ ഇളച്ചിൻ്റെ മോളെ കുട്ടിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതാ ഞാൻ കട്ടിങ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു പാൻറ്റ് കട്ട് ചെയ്തു, ഇനി ഒരു പാൻറ്റും കൂടി ഉണ്ട് കട്ട് ചെയ്യാൻ. ഇപ്പോൾ അത് അതിൻ്റെ ഇടയിൽ സമയം ഇതേ കണ്ട 11:30 ആയിട്ടാണ്. ഞാൻ ഒരു 11-15 ആയപ്പോൾ തുടങ്ങിയ കട്ടിങ്ങാണ്. അപ്പോൾ ഇതാ ആ പാൻറ്റിൻ്റെ ഷർട്ടാണ് കേട്ടോ. അത് നല്ലൊരു ഓഫ് വൈറ്റിൽ മഞ്ഞ ലൈന് വന്നിട്ടുള്ളതാണ് ഷർട്ടിൻ്റെ കളറെന്ന് പറഞ്ഞാൽ. രസമുണ്ട് കേട്ടോ. അപ്പോൾ അത് മർക്കസ് സ്കൂളത്തേന്. പിന്നെ വേറെ അതിൻ്റെ ഇടയിൽ ഞാൻ കട്ട് ചെയ്തു. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ നമ്മളുടെ എന്താ പറയുക കഴുത്തിൻ്റെ വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ 12:25 ആയില്ലേ. കുറച്ച് മുന്നേ ഞാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോഴാണ് വീഡിയോസ് എടുക്കേണ്ടതെന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ അതാ ഞാൻ ഈ വെച്ച മിറർ അത് മുന്നത്തെ ഡിസൈനിൽ ചെറുതായിരുന്നു, ഇത് കുറച്ച് വലുതാണ് കേട്ടോ.
പിന്നെ അതേപോലെ ഈ എന്താണ് ഞാനിവിടെ പറ്റണമെങ്കിൽ ഫോട്ടോ കൊടുക്കുക. ഈ വളഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അവിടെ ഞാൻ വി മോഡലാണ് മുന്നത്തേൽ കൊടുത്തിരുന്നത്. ഇത് വളഞ്ഞിട്ടാണ് കൊടുത്തത്. അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ എന്നാലും ബാക്കിയൊക്കെ ഡിസൈന് കറക്റ്റിൽ തന്നെ കേട്ടോ. അപ്പോൾ അതാ ഫൈനലി നമ്മുടെ ഡിസൈന് കംപ്ലീറ്റ് ആയി. കയ്യുമത്തതും കഴുത്തൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ അതാ സമയം 12:46 കേട്ടോ. 1 മണി ആവാറായി. ഇത് ഇനിയും കട്ട് ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിനതാ എൻ്റെ ആ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞ് അത് ഉണക്കാൻ വെച്ചിട്ടാണ്. കാരണം എന്നാലേ വേഗം ഉണങ്ങും. വല്ല ഉണക്കാൻ വെക്കണമെന്നില്ല, എന്നാലും വേഗം ഉണങ്ങും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ കട്ടിങ് ഒരുവിധം കട്ടിങ് കഴിച്ച് വെച്ച്. അപ്പോൾ അതാ 2 മണി ആവാറായിട്ടാണ്. അപ്പോൾ ഇനി കട്ട് ചെയ്യാനുള്ളത് ഇതാ. ഇനി ഈ 2 ഷർട്ടും 2 പാൻസും ഉണ്ട് കട്ട് ചെയ്യാൻ. പിന്നെ നാറമ്പ് സ്കൂളത്തെ 2 ഷർട്ടും 2 പാൻറ്റും ഉണ്ട് കട്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ അതാണിപ്പോൾ കൊണ്ടുവന്നത്. ബാക്കിയൊക്കെ ഇനി നാളെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ എല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞിട്ടാണ്. 3 മണി ആവാറായി. ഇനിയും കിടന്നിട്ടില്ല നിന്നിട്ട് ഞാൻ രാവിലെ എണീക്കൂല. അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇതാ നേരം വെളുത്തു. നല്ല മഴയായിരുന്നു രാത്രിയൊക്കെ. എപ്പോഴും ഒലർച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ പാടമൊന്ന് കാണിച്ചു തരാമെന്ന്. ഇതേ പാടത്ത് നല്ല വെള്ളമുണ്ട്. ഇത് വർഷം ഇവിടെ വല ഇടുന്നുണ്ട്. അപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കണം. പക്ഷേ ആകെ ചളി പുലിയാണ് കേട്ടോ. നടക്കത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അസ്മിക്കുട്ടനെ മദ്രസക്ക് പോയി. ഞാൻ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോഴാണ് ഞാൻ വീഡിയോസ് എടുത്തത്. ദേ കണ്ടോ നല്ല കുറച്ച് മഴ ഒന്ന് ഒലർന്നപ്പോൾ വെള്ളത്തിന് കുറച്ചൊരു കുറവുണ്ട്. വെള്ളം ഇങ്ങോട്ടൊക്കെ കയറിയിരുന്നു കേട്ടോ മുന്നേ. പിന്നെ ആ പുല്ലൊന്നും കണ്ടിരുന്നില്ല. ഇപ്പോൾ അതേ പുല്ലൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇവിടെ അട്ട ഉണ്ടാവാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. പേടിക്കേണ്ട, അത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതാ ഞാൻ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഷോപ്പിലേക്ക് പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ.